കണ്ണൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വെളിപ്പെടുത്തലിന് പിന്നാലെ വി കുഞ്ഞികൃഷ്ണനെതിരെ കടുത്ത നടപടിക്ക് ഒരുങ്ങുകയാണ് CPIM. എലിയെ പിടിക്കാൻ ഇല്ലം ചുടുന്ന സമീപനമാണ് കുഞ്ഞികൃഷ്ണന്റേതെന്ന് MV ജയരാജൻ പറഞ്ഞു. തിങ്കളാഴ്ച നടക്കുന്ന ജില്ലാ കമ്മിറ്റിയിൽ കുഞ്ഞികൃഷ്ണനെതിരെ നടപടി തീരുമാനിക്കുമെന്നാണ് വിവരം. അതേസമയം പാർട്ടിയുമായി പരസ്യപോരിന് ഉറച്ചുതന്നെയാണ് കുഞ്ഞികൃഷ്ണൻ. ഫണ്ട് തട്ടിപ്പ് ആരോപണം ആയുധമാക്കിയ കോൺഗ്രസ് നേതൃത്വം പുറത്തുവന്നത് അഴിമതി മലയുടെ അറ്റം മാത്രമാണെന്ന് ആരോപിച്ചു. ആരും വ്യക്തിപരമായി ധനാപഹരണം നടത്തിയിട്ടില്ല. പാർട്ടിയുടെ ഒരു ഫണ്ടും നഷ്ടപ്പെട്ടിട്ടില്ല. തെറ്റു തിരുത്താൻ പാർട്ടിയെ തകർക്കുകയല്ല വേണ്ടത്. എലിയെ പിടിക്കാൻ ഇല്ലം ചുടുന്നത് പോലെയാണ് അദ്ദേഹം എടുത്ത സമീപനം. കുഞ്ഞികൃഷ്ണന്റെ തുറന്നുപറച്ചിലുകൾ പാർട്ടിയെ തകർക്കാൻ ലക്ഷ്യമിട്ടാണെന്ന MV ജയരാജന്റെ പ്രതികരണത്തിൽ കടുത്ത നടപടി വരുന്നുണ്ടെന്ന് വ്യക്തം. തിങ്കളാഴ്ചത്തെ ജില്ലാ കമ്മിറ്റിയിൽ തന്നെ നടപടി സംബന്ധിച്ച തീരുമാനമുണ്ടാകും. ആരോപണം CPIM തള്ളിയെങ്കിലും പറഞ്ഞതിലെല്ലാം ഉറച്ചു നിൽക്കുകയാണ് വി കുഞ്ഞികൃഷ്ണൻ. 5 വർഷം മുൻപുള്ള തെരഞ്ഞെടുപ്പ് ഫണ്ട് രസീതുകൾ ഇനിയും തിരിച്ചു വന്നിട്ടില്ല. പൊട്ടിത്തെറിയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നേതൃത്വം തിരുത്തണം. തെറ്റ് ചെയ്യുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് നേതൃത്വമാണ്. പൊട്ടിത്തെറിയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നേതൃത്വം തിരുത്തേണ്ടുന്ന കാര്യങ്ങൾ തിരുത്തിയേ മതിയാകൂ. പിന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉന്നയിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് വ്യക്തിപരമായി ഒരു ലാഭം ഉണ്ടാക്കാൻ, ഒരു നേട്ടം ഉണ്ടാക്കാൻ അല്ല. കാരണം ഞാൻ മത്സരിക്കാൻ തീരുമാനിക്കുന്നില്ല, ഒരു പാർട്ടിയിലേക്കും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി തനിക്കെതിരെ ഗൂഢാലോചന നടന്നിരുന്നു. അതിന്റെ ഭാഗമാണ് പയ്യന്നൂരിൽ പ്രത്യക്ഷപ്പെട്ട ഫ്ലക്സുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ CPIM ജില്ലാ നേതൃത്വത്തെ പൊടുന്നനെ പ്രതിക്കൂട്ടിലാക്കിയ വി കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലിന് പിന്നിൽ പയ്യന്നൂരിലെ വിഭാഗീയതയെന്നാണ് സൂചന. TI മധുസൂദനൻ വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നതിൽ പയ്യന്നൂർ ഏരിയയിലെ പല ലോക്കൽ കമ്മിറ്റികളിലും എതിർപ്പുണ്ട്. കഴിഞ്ഞ 8 മാസമായി കുഞ്ഞികൃഷ്ണൻ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. മധുസൂദനൻ വിരുദ്ധ പക്ഷത്തിന്റെ നിശബ്ദ പിന്തുണയോടെയാണ് പുതിയ നീക്കമെന്നാണ് സൂചന. തെറ്റായ ഒരു കാര്യവും പാർട്ടിയിൽ വെച്ചു പൊറുപ്പിക്കില്ലെന്നും സംഘടനാ തത്വത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒന്നും പാർട്ടി അംഗീകരിക്കില്ലെന്നും ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. തെറ്റായ ഒരു കാര്യവും പാർട്ടിക്കകത്ത് വെച്ച് പൊറുപ്പിക്കില്ല, അതിൽ യാതൊരു സംശയവും വേണ്ട. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ രീതി അനുസരിച്ച് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ പാർട്ടിയുടെ ബന്ധപ്പെട്ട കമ്മിറ്റികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതേസമയം ഫണ്ട് തട്ടിപ്പ് ആരോപണം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. ഗുരുതര ക്രമക്കേട് പാർട്ടിക്കുള്ളിൽ ഒതുക്കി തീർക്കാൻ ശ്രമമെന്ന് VD സതീശൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെയെന്ന് DYFIക്കാർ ചോദിച്ചു. യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം കണക്ക് സഹിതം ഒരു KPCC ഏൽപ്പിച്ചു. അത് ചോദിച്ച് DYFIക്കാർ ഒരു രക്തസാക്ഷിയുടെ പണം കവർന്നെടുത്തതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് മൗനം അവലംബിക്കുന്നത്? പുറത്തു വന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഭരണത്തിന്റെ മറവിലെ അഴിമതിയെന്ന് രമേശ് ചെന്നിത്തലയും ആരോപിച്ചു. ന്യൂസ് മലയാളം, കണ്ണൂർ.